ഹലോ പെറ്റ് ലവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. ഞാനും ഇന്ന് ഒത്തിരി ഹാപ്പി ആട്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ശരിക്കും നമ്മുടെ ഈ ഒരു ഹെവൻ കംപ്ലീറ്റ് ആവണതിൻ്റെ ഫസ്റ്റത്തെ ഒരു കടമ്പ നമ്മൾ ഏകദേശം കടന്നു. എന്താണെന്നറിയോ? ഞാൻ കാണിച്ചു തരാം. ആദ്യമേ തന്നെ ഈ ഒരു വീഡിയോ എന്താ പറയുക, ഇതാക്കാനായിട്ട് മുന്നേ ആദ്യം നമുക്ക് ഈ ഒരു സംഭവത്തിലേക്ക് ഇതാക്കി തന്നിട്ടുള്ള ഷീബാൻ്റിക്ക് ഒരുപാട് നന്ദി. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിത് ഈ ഒരു കേജ് ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ളത്. നമ്മളിതുപോലെ ഓരോരോ കേജുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഓരോരോ സ്റ്റെപ്പുകളാണ് നമ്മുടെ ഈ ഒരു ഹെവൻ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെല്ലാവരും ഈ ഒരു ഇതിലേക്കും പിന്നെ അതുപോലെ നെക്സ്റ്റ് പ്രോജക്റ്റിലേക്ക് ഇതിലേക്കും അതുപോലെ വീടിൻ്റെ അകത്തേക്കും മാത്രമല്ല ഇങ്ങനത്തെ കേജുകളും കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കേജ് നമുക്ക് തന്നിട്ടുള്ള ഷീബാൻ്റ് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം എറണാകുളത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മളിവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതാക്കി കഴിഞ്ഞിട്ട് ഒരു വാൻ വിളിച്ചിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് മാത്രമല്ല, നമുക്ക് വേറൊരു കോഴിക്കൂട് കൂടെ ഉണ്ട് കേട്ടോ. കോഴിക്കൂടായിട്ടാണ് തന്നത്. അത് ശരിക്കും പറയണമെങ്കിൽ ആൻറ്റി പറഞ്ഞു അത് നിനക്ക് നല്ലൊരു ഇതായിട്ടാണ് കാരണം അത് ഭയങ്കര ഹൈടെക് ഒരു കോഴിക്കൂടാണ്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കാണണേ, നിങ്ങളിൽ പലരും ചിലപ്പോൾ മുന്നേ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ഒരു കേജ് ശരിക്കും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പരൊരു ഡോഗുണ്ട്, എന്തോ ബ്രൗണിന്നോ അങ്ങനെ എന്താണ് പേര് തോന്നുന്നു കുഞ്ഞിൻ്റെ. ഞാൻ ഓർക്കുന്നില്ല ശരിക്ക്. ആ കുഞ്ഞ് ഇപ്പം ഇല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ കേജ് അവിടെ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ ആൻറ്റി വേഗം എന്നെ വിളിച്ചു. കാരണം ഇത് ആൾ താമസിക്കുന്ന ഒരു റെൻ്റ് ഹൗസാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആൾക്കിത് മാറ്റണം. അപ്പോൾ ഉപകാരമുള്ള ആർക്കെങ്കിലും കൊടുക്കാം എന്നുള്ളൊരു ഇതായപ്പോഴാണ് നമുക്ക് തന്നത്. ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൂബിക്കൊക്കെ ഇല്ലേ, സ്കൂബി പെണ്ണിന് നല്ല സുഖസുന്ദരമായിട്ട് കിടക്കാൻ പറ്റും. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ വന്നപ്പോൾ തന്നെ നമ്മുടെ സ്കൂബി പെണ്ണിന് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഇട്ടു. കാരണം ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂബിക്കൊക്കെ നല്ല സുഖസുന്ദരമായിട്ട് കിടക്കാൻ പറ്റുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് ഇതാക്കി. ഇന്നലെ രാത്രി മൊത്തം സ്കൂബി പെണ്ണ് ഇതിൻ്റെ അകത്താണ് കിടന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂബി സൺബർണാഡ് ഡോഗുകൾക്ക് അത്യാവശ്യം ഇതുപോലത്തെ ഹെവി സ്കൂബിയുടെ പോലത്തെ ഡോഗുകൾക്ക് സുഖസുന്ദരമായിട്ട് കിടക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ഡോബറൂനെ കൊണ്ടുവരാൻ പ്ലാനായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് പറ്റിയില്ല. കാരണം നമ്മുടെ അറിയാലോ കാറ് ഇല്ല. അപ്പോൾ നമ്മൾ വേറൊരു ഫ്രണ്ടിൻ്റെ കാറാണ് ചോദിച്ചത്. പക്ഷേ മൂപ്പര് തിരക്കിലാണ്. അപ്പോൾ ഞാൻ നാളെ നമ്മുടെ ഡോബറൂനെ കൊണ്ടുവരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നാളെ തന്നെ കൊണ്ടുവരണം. കാരണം എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഡോബർ അത്യാവശ്യം നല്ല രീതിക്ക് പ്രാക്ക് കിട്ടിയിട്ട് അവിടെ നിന്നുകൊണ്ടിരിക്കണം. അപ്പുറത്തെ അയൽപ്പക്കത്തെ ആൾക്കാരുടെ പരാതിയും കാര്യങ്ങൾ കാരണമുണ്ട്. അപ്പോൾ അവനെ മാറ്റി കഴിഞ്ഞാൽ അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവന് ഇഷ്ടംപോലെ ഓടിക്കളിച്ച് നടക്കാനുള്ള സ്ഥലം ഉണ്ടാവും. കാരണം അവനെല്ലാവർക്കും അറിയാം ഡോബർമാനാണ്. ഇപ്പോൾ ഡോബർമാൻ വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും. അവർക്ക് നല്ല എന്താ പറയുക കുഴപ്പമില്ലാത്തൊരു കോമ്പൗണ്ട് വേണം അവർക്ക് ചാടി കളിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ചാടി കളിക്കാനായിട്ടുള്ളതുണ്ടാവും. അപ്പോൾ നമുക്കതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു കടമ്പ നമ്മൾ കടന്നിരിക്കുകയാണ്. എന്തായാലും വൺസ് അഗെയിൻ ഞാൻ ആൻറ്റിയോട് ഒരുപാട് നന്ദി പറയുകയാണ്, ഷീബാൻ്റിയോട്. ഇന്നലെ ചെന്ന് ഞങ്ങൾ എറണാകുളത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 10:30 കഴിഞ്ഞു ഞങ്ങളവിടെ എത്തിയപ്പോൾ. വാനൊക്കെ വിളിച്ച് അവിടെ എത്തിയപ്പോൾ 10:30 സമയം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ആൻറ്റി ജ്യൂസും അതുപോലെ കഴിക്കാൻ കേക്കും കാര്യങ്ങളൊക്കെ തന്നു കേട്ടോ. എന്തായാലും ഭയങ്കര ഇതായിരുന്നു. ആൾക്കൊരു പെറ്റുണ്ട്, ഒരു ചെറിയൊരു തത്ത. എനിക്ക് പേരറിയില്ല, എന്തോ പേര് പറഞ്ഞു, പൈനാപ്പിൾ അങ്ങനെ എന്തോ പേര് പറഞ്ഞു. എന്തായാലും നല്ലൊരു ഇത് തന്നെയായിരുന്നു അത്. അവിടെ ആളും മൃഗങ്ങളും ഒരുപാട് നമ്മുടെ മക്കളെല്ലാവരും എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും സുഖമല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ മക്കളെ എന്താ പറയുക ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ പറയണ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. കാരണം ഞാൻ ശരിക്കും പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും സോഷ്യൽ മീഡിയ യൂട്യൂബിൽ എസ്പെഷ്യലി യൂട്യൂബിൽ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരു വീഡിയോ നമ്മൾ കവർ ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ നമ്മൾ മിസ്സായാൽ ഉടനടി അതിൻ്റെ അടിയിൽ തീർച്ചയായിട്ടും 2-3 കമൻറ്റ് ആ കുഞ്ഞിനെ പറ്റി ഉണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ ഗോപുവിനെ കാണിച്ചില്ലെങ്കിൽ ഗോപുവിനെ കാണിക്കാം. പക്ഷേ ഗോപുവിനെ കാണിക്കാതിരിക്കില്ല. എന്നിരുന്നാലും ഇപ്പോൾ നന്ദുട്ടീനെ ചില സമയത്ത് മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ നന്ദുട്ടി എവിടെ? കാരണം എൻ്റെ മക്കളെ എല്ലാവർക്കും എന്താ പറയുക എല്ലാവർക്കും ഭയങ്കര ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ എല്ലാ പേരുകളും നമ്മുടെ എല്ലാ മക്കളുടെയും പേരുകൾ അറിയാം. അപ്പോൾ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. കാരണം എൻ്റെ മക്കളെങ്ങനെ ഓരോരുത്തർ എടുത്ത് ചോദിക്കാമെന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമാണ്. കാരണം എന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും എൻ്റെ മക്കളെ തിരിച്ചറിയുന്നുണ്ട്. കാരണം ഞാൻ പലപ്പോഴും അത് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വെറ്റിനറി പോവുകയാണെങ്കിലും ഇപ്പോൾ ആമീനെ നമ്മൾ മറ്റേ 7 ആൻറ്റിബയോട്ടിക്സ് എടുക്കാനൊക്കെ പോയപ്പോൾ ഇത് നമ്മുടെ ആമയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ ആമയാണ്. എന്നുവെച്ചാൽ അങ്ങനെയൊക്കെ തിരിച്ചറിയണ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ വൺസ് അഗെയിൻ ആൻഡ് അഗെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു കേജ് തന്ന ആൻറ്റിക്ക് ഒരുപാട് നന്ദി. പിന്നെ നമുക്ക് നമ്മുടെ കോഴിക്കോട് കൂടെ കാണിച്ചാൽ കേട്ടോ. കോഴിക്കോട് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹൈടെക്കാണ്. ഇച്ചിരി ഇതായിട്ട് കിടക്കുന്നുണ്ട്. അത് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഇതാണ് കോഴിക്കോട് വരുന്നത് കണ്ടോ. ഇങ്ങനെ ഇതാക്കുക, കോഴീനെ ഇടുക. അതുപോലെ തന്നെ ഈ ഒരു ബക്കറ്റ് കണ്ടോ, ഈ ബക്കറ്റ് ഇതിൻ്റെ മേലെ വയ്ക്കും.
മേലെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു പൈപ്പ് കണ്ടോ ഇങ്ങനെ, ഇത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. ശരിക്കും ആ ആൻറ്റിയോട് ഒന്നും കൂടെ വിളിച്ച് ചോദിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പതിയെ കോഴിയും കൂടെ നമുക്ക് ആക്കാം. എന്തായാലും ഇത്ര പൊക്കത്തുള്ളത് നന്നായി, കാരണം നമ്മുടെ മക്കൾ അത്രയും നല്ല പുള്ളികളല്ല. അപ്പോൾ എന്തായാലും കോഴികൾക്ക് ഡിസ്റ്റർബ് ആവാത്ത തരത്തിൽ ഇത്ര ഹൈറ്റിൽ, കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടോ അതെ ഈ ഒരു സംഭവം ആക്കിയാണ് അതെ കണ്ടോ, മാനുഫാക്ചർ ബൈ KVK എറണാകുളം ഓഫ് CMFRI. ഈ ഒരു ഇവരാണെന്ന് തോന്നുന്നു ഈ ഒരു സംഭവം ആക്കിയെടുത്തത്. ഞാൻ കൂടുതലൊന്നും ഇതാക്കാൻ നിന്നില്ല. അപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്, ഇതിൻ്റെ അടിയിൽ ഇരിക്കണ മാറ്റ് കാര്യങ്ങൾ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് ഇതാക്കാം. ഇതൊക്കെ കണ്ടോ ഇങ്ങനെ അടച്ച് ഇടാനൊക്കെ ആയിട്ട് പറ്റും. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടോ ഇത്രയും സജ്ജീകരണമുള്ള കോഴിക്കൂട് കാണുന്നത്. സാധാരണ ഒരു ചെറിയൊരു കൂട് ആ ഒരു രീതിക്ക് കണ്ടാണ്, ഇങ്ങനെ ഹൈടെക് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ചെയ്യണ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ ഇന്നലെ പോയി കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ തിരിച്ചെത്തിയപ്പോൾ 4 മണി, പുലർച്ചെ 4 മണി. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, കുറേ കാര്യങ്ങളുണ്ടായി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തീരെ വയ്യ, കാരണം ഉറക്കം റെഡി ആയിട്ടില്ല. കാരണം 4 മണിക്ക് ഞങ്ങൾ എത്തി, കിടന്നുറങ്ങി. ഞങ്ങൾ 7 മണി 7:30 ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് എണീക്കണം, കാരണം മക്കളെല്ലാവരും പുറത്തോട്ട് വിട്ട് കാര്യങ്ങളൊക്കെ ആക്കിയിട്ട്. അപ്പോൾ ഞങ്ങൾ ആകെ കൂടി ഇന്ന് ഉറങ്ങിയത് 3 മണിക്കൂറാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കൂടിയും കിടക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ നമുക്ക് വേറെ കുറേ പരിപാടികൾ അപ്പുറത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വേറൊരു ഇഷ്യൂസ് ഉണ്ടായിട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് തീരെ താല്പര്യപ്പെടുന്നില്ല. എന്നിരുന്നാലും എനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളും തീർച്ചയായിട്ടും അറിയണം, കാരണം ഞാൻ അത്രയും ഒരു പ്രഷറിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. വേറൊന്നല്ല കേട്ടോ, നമ്മുടെ വിപിൻ എന്ന് പറഞ്ഞിട്ട് ഏതൊരു റെസ്ക്യൂർ ആയിരിക്കാം, നമുക്ക് അറിഞ്ഞുകൂടാ. റെസ്ക്യൂറാണ് ഞാൻ തോന്നുന്നു ഇൻസ്റ്റ ഐ ഡി നോക്കിയപ്പോൾ. പാലക്കാടുള്ളതാണ് എനിക്ക് തോന്നുന്നു. മൂപ്പരുടെ ശിഷ്യന്മാരായിരിക്കാം, നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൂടാ. മൂപ്പര് നമ്മളെ ഇൻസ്റ്റാഗ്രാം ത്രൂവിൽ കുറേ നെഗറ്റീവായുള്ള കമൻസുകളും അതുപോലെ നമ്മളെ ഇതാക്കിയിട്ട് ബേസ് ചെയ്തിട്ട് കുറേ നെഗറ്റീവ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിലാണെങ്കിലും കമൻറ്റ് ബോക്സിലാണെങ്കിലും പറയുന്നുണ്ട്. എന്ത് ഇതിലാണ് അവർ ഉദ്ദേശിച്ച് ആക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. കാരണം ഇവരതിലൂടെ എന്ത് സന്തോഷമാണ് കണ്ടെത്തുന്നത്. കാരണം നമ്മൾ റെസ്ക്യൂ എടുക്കുന്നില്ല എന്ന് ഭയങ്കര പരാതിയും കാര്യങ്ങളാണ്. എല്ലാവർക്കും അറിയാം നമ്മുടെ വീടിൻ്റെ അകത്തത്തെ അവസ്ഥകൾ. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും വിചാരത്തിൽ നമ്മൾ ഈ ഒരു 33 സെൻറ്റ് മേടിച്ചു, കാര്യങ്ങളാക്കി ഇത്രയധികം നമ്മൾ സ്ഥലം വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഞാൻ മാത്രമായിരിക്കും ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്തിൽ ഞാൻ മാത്രമായിരിക്കും ഈ ഒരു മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു ഭൂമി തന്നെ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഒരു കാര്യത്തിൽ സന്തോഷവാനാണ്. കാരണം ഇത് നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുള്ള ഈ ഒരു ഹെവനാണിത്. കാരണം ഇത് എൻ്റെ മാത്രം, ഇപ്പോൾ ഞാൻ അതിൽ മുന്നിൽ ഞാൻ പറയാറുണ്ട്, ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി മാത്രമാണ്. അപ്പോൾ നിങ്ങളെ ഇതാക്കിയിട്ടാണ് ഞാൻ ഈ സംഭവം ആക്കിയെടുത്തത്. അപ്പോൾ ഇനി മുന്നോട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം, എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ ഒന്നും ഞാനിപ്പോൾ ശ്രദ്ധിക്കണേ ഇല്ല. എന്നിരുന്നാലും കാര്യങ്ങൾ മനസ്സിലാക്കി ഇപ്പോൾ എന്നെ അറിയുന്നവർക്ക് അറിയാൻ പറ്റും നമ്മൾ ഇവിടുത്തെ അവസ്ഥകൾ. കാരണം നമുക്കങ്ങനെ സ്പോൺസേഴ്സോ കാര്യങ്ങളില്ല. കുറേ പേര് സഹായങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഒരു ഷെൽട്ടർ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റും കൂടിയിട്ടാണ്. ഇത് ഡെയിലി ഒരു 3-4 മണിക്കൂർ എനിക്ക് ക്ലാസ് ഉണ്ട്. ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും അറിയാം എനിക്ക് 25 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നല്ലൊരു ഭാവി, കാരണം നമ്മൾ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനല്ല, നമുക്ക് ഇത് കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഈ പഠിക്കുന്ന ഒരു ജോലി എന്ന് വെച്ചാൽ ഇതിനോട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് എനിക്ക് കുറച്ചും കൂടെ അപ്ലിഫ്റ്റ് ചെയ്ത് കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പഠിക്കുന്നതും. എല്ലാം നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഈ മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇത്രയധികം കഷ്ടപ്പാടും കാര്യങ്ങളും ഇത്ര വിമർശനങ്ങൾ ഉണ്ടായിട്ടും ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എപ്പോഴും പറയാറുള്ളത്, നീ അതൊരിക്കലും മൈൻഡ് ചെയ്യരുത്, നീ നിൻ്റെ വഴിക്ക് നേരെ പോവുക. അത്ര തന്നെയുള്ളൂ. ഞാൻ എൻ്റെ വഴിക്ക് നേരെ പോവും. ഞാൻ നെഗറ്റീവ് എനിക്ക് ഉണ്ടായിട്ടുള്ള, കാരണം ഇപ്പോൾ എനിക്ക് നല്ല രീതിക്ക് സൈബർ ബുള്ളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 6-7 എന്താ പറയുക റെസ്ക്യൂസ് ഉണ്ട്. കാരണം അതൊരിക്കലും ഒന്നും ചെയ്യാൻ പറ്റാത്ത, എന്ന് വെച്ചാൽ വേറെ ആർക്കും ഏറ്റെടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് അവിടെ നിന്ന് സർവൈവ് ചെയ്യാൻ പറ്റാത്ത കുഞ്ഞുങ്ങളെ ഞാനിങ്ങോട്ട് ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പാലക്കാട് ചങ്ങാതി ഒരു തവണ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനിവിടെ എൻ്റെ വീട് നോക്കുന്നുണ്ട്, ഇത്രയധികം പിള്ളേരെ നോക്കുന്നുണ്ട്, 2 പേരെ കൂലിക്ക് 700 രൂപ വെച്ച് കൂലിക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആളോട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നമുക്ക് എസെൻഷ്യലായിട്ടുള്ള വലിയൊരു കാര്യമാണ് നമുക്ക് ഭക്ഷണം, അല്ലേ? കാരണം എനിക്ക് നേരത്തിന് ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല. കാരണം ഇപ്പോൾ മൂപ്പർക്ക് അവിടെ അമ്മയോ അല്ലെങ്കിൽ വൈഫോ ആരെങ്കിലും വെച്ച് ഇതാക്കുന്നുണ്ട്, ഇവിടെ നമുക്കില്ല. അപ്പോൾ നമ്മളെ നെഗറ്റീവ് വലിച്ച് നിൽക്കുന്നത് വിചാരിക്കുക അമ്മേനെ കൊണ്ടുവന്നുകൂടെയെന്ന്. മമ്മിക്കും മമ്മിയുടെ ജോലിയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അവിടെ ഇപ്പോൾ 7 മക്കളെ നോക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് മമ്മീനെ കാണുന്നില്ലല്ലോ എന്ന്. മമ്മി ഇങ്ങോട്ട് വരുന്നുണ്ട്, പിള്ളേരെ കാണുന്നുണ്ട്. പക്ഷേ ആൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് കുറച്ച് വീഡിയോസിൽ ഞാനിങ്ങനെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ.
അപ്പോൾ ഇതാണ് ഇപ്പോൾ ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവർ തീർച്ചയായിട്ടും നമ്മൾ അവസ്ഥകൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച 2-3 ദിവസം മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ചേച്ചി, ഇൻസ്റ്റാഗ്രാമിലൊരു ചേച്ചി നമുക്ക് പിള്ളേർക്ക് ഒരു ഗിഫ്റ്റ് അയച്ചിരുന്നു. അതുപോലെ തന്നെ ഇന്ന് വന്നതാണ് ഈ ഒരു ഫുഡ് മീറ്റപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു തവണ സ്റ്റോറി ഇട്ടപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞു ഈ ഫുഡ് കാര്യമില്ല, ഇത് പ്രത്യേകിച്ച് ഉപകാരങ്ങളില്ല എന്ന്. എനിക്ക് തോന്നിയത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഡോഗ് ഫുഡാണ് ഈ ഒരു സംഭവം, ഈ നമ്മുടെ മീറ്റപ്പ് എന്ന് പറഞ്ഞിട്ട്. ബഡ്ജറ്റിൽ ഒതുങ്ങാവുന്ന, കാരണം ഞാൻ റൂൾസ് കൊടുക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, അവരുടെ പൂപ്പിന് എന്നുവെച്ചാൽ അവർ ഇടുന്ന ആ ഒരു വേസ്റ്റിന് നല്ല സ്മെല്ല് വരും. അതുപോലെ തന്നെ അവർക്ക് എന്താ പറയുക, സ്കിൻ അലർജി, അങ്ങനെ കുറച്ച് റൂൾസിൻ്റെ അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൊണ്ടും ഇപ്പം നമ്മുടെ ഗോബൂസ്, ഇവിടെ ഗോബു നല്ല രീതിക്ക് കഴിക്കും. ഗോബുവിനെ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം മുട്ട കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് മാത്രമായിട്ട് ഞാൻ ഇടയ്ക്ക് 2 മുട്ട എക്സ്ട്രാ പുഴുങ്ങി കൊടുക്കാറുണ്ട്. ഗോബുവിന് ഭയങ്കര ഇഷ്ടമാണ് മുട്ട. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഡോഗ് ഫുഡിൽ. പിന്നെ വേറെ ഒന്നും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ പിള്ളേർക്കും നമ്മൾ ഈ ഡോഗ് ഫുഡ് തന്നെയാണ്. ഇടയ്ക്ക് ആശാന്മാരൊന്നും മതിയാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തിന്നതായി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡെയിലി ഇപ്പോൾ അടുപ്പിച്ചൊരു 3 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ 4ാമത്തെ ദിവസം ചിലർ പണി മുടക്കും. അതിൽ മെയിൻ ആശാനാണ് കിടന്നുറങ്ങുന്നത്. അവിടെ സൂം ചെയ്ത് കാണിച്ചു കൊടുത്തതേ, അവിടെ ആദ്യമേ തന്നെ കേജ് ആവുന്നതിന് മുന്നേ സ്ഥലം പിടിച്ച് വെച്ചേക്കാട്ടോ നമ്മുടെ വിക്കിമോൻ. അപ്പോൾ അവന് 3 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ 4ാമത്തെ ദിവസം കഴിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഇപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ടെഡി, അതുപോലെ തന്നെയാണ്, അതുപോലെ ലൂയി. അപ്പോൾ അവരൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ 3 ദിവസം കൊടുത്ത് 4ാമത്തെ ദിവസം കഴിക്കില്ല. അപ്പോൾ അവർക്ക് നമ്മൾ മുട്ട ഇതാക്കിയിട്ടാണ് കൊടുക്കാറ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന സപ്ലിമെൻറ്റ്സ് എല്ലാവർക്കും അറിയാമല്ലോ. മെയിനായിട്ട് ഞാനൊരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ പിള്ളേരെ നമുക്ക് കാണിക്കാം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിലേക്ക് കാണിക്കാം കേട്ടോ. എല്ലാവരും ഉറങ്ങാണ്. അപ്പോൾ എല്ലാവരും എണീച്ചു ലൈറ്റ് ഇട്ടപ്പോൾ ഇതേ കണ്ടോ. അപ്പോൾ അതായത് നമ്മുടെ കിങ്ങിണിയുടെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. കിങ്ങിണിയൊക്കെ ഏകദേശം നല്ല ഹെയറും കാര്യങ്ങളൊക്കെ വന്നു, സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. എന്താടി എന്താണ്? പിന്നെ എല്ലാവരും ഇപ്പോൾ വിചാരിക്കരുത് ഇങ്ങനെ എന്തെങ്കിലും തുണി വിരിച്ച് നിർത്തിവിടുകയെന്ന്. നമ്മൾ തുണികളെല്ലാം എന്താ പറയുക അലക്കിയിട്ടേക്കാണ്. അലക്കിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ്. ചാക്കായ കാരണം കൊണ്ട് പെട്ടെന്ന് ഇച്ചിരി ഉണങ്ങാനായിട്ട്, കാരണം ഇന്ന് വെയിലുണ്ടായില്ല, അപ്പോൾ അത് കാരണം കൊണ്ട് ഉണങ്ങാനായിട്ട് സമയം പിടിച്ചു. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ആർക്കും ചാക്ക് ഇടാത്തത് കേട്ടോ. അതായത് നമ്മുടെ ആമി, പിന്നെ നമ്മുടെ കുഞ്ഞാപ്പു, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് കിടക്കണത്. പിന്നെ നമ്മുടെ ചെടീനൊക്കെ ശരിക്കും നമ്മൾ ആ ഒരു കേജ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് മാറ്റും. പിന്നെ ഞാൻ മെയിനായിട്ട് കാണിക്കാനായിട്ട് വെച്ചിരുന്ന സംഭവമാണ് നമ്മളിത് ഈ ഒരു മൈബ്യൂ കണ്ടോ. അങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേ ഈ ഒരു സപ്ലിമെൻറ്റാണ് ഞാനൊരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. നമ്മുടെ പാലക്കാടൻ പിള്ളേർക്ക് എന്താ പറയുക പോഷകാഹാരം കൊടുക്കണില്ല, കാര്യങ്ങളില്ല, കറുമ്പനാണ് അങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ, ഞാനൊരിക്കലും അങ്ങനെ താരതമ്യം ചെയ്യാനോ ഒരാളെ കുറ്റപ്പെടുത്താനോ ഒരാളുടെ ഇതിന് പിള്ളേരെ നോക്കണതിനെ കുറ്റം പറയാനോ ഇത് വേണ്ടിയിട്ടല്ല ഞാനത് കാണിക്കുന്നത്. ഞാൻ എൻ്റെ മക്കളെ അതുപോലെയാണ് നോക്കുന്നത്. അതുപോലെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദ ബെസ്റ്റ് ആണ് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കാനായിട്ട്. ഈ ആർക്കാണെങ്കിലും ഇപ്പോൾ ബ്രീഡായിക്കോട്ടെ ഇതായിക്കോട്ടെ. ഇപ്പോൾ ബ്രീഡെന്ന് പറഞ്ഞപ്പോഴാണ് കുറേ പേർക്കൊരു കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ, ഈ കമൻറ്റ് ചെയ്യുന്ന നെഗറ്റീവ് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊരു കംപ്ലയിൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബ്രീഡുകളെ മാത്രമാണ് ഞാൻ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ഒരു ജീവനാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധാ ഒരു ഇന്ത്യൻ ഡോഗിനെ നമ്മൾ തെരുവിൽ കൊണ്ട് കളയാമെന്ന് വിചാരിക്കുക. അവരൊരു 3 ദിവസം മാത്രമേ അവർക്ക് ആ ബുദ്ധിമുട്ട് കാണൂ. എന്ന് വെച്ചാൽ ആരും കളയരുത് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഇത് റിയാലിറ്റി പറഞ്ഞതാണ്. അവർക്ക് നമ്മുടെ ഇന്ത്യൻ ഡോഗ്സിന്, നമ്മുടെ നാടൻ ഡോഗ്സിന് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും എല്ലാവർക്കും അവർക്ക് അറിയാൻ പറ്റും, അവർക്കറിയാതെ. അപ്പോൾ ഇന്ത്യൻ ഡോഗ്സിന് പ്രത്യേകിച്ച് ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിയാണ്. അപ്പോൾ ഈ ഒരു ബുദ്ധിയും ബോധവും കാര്യങ്ങളൊന്നും നമ്മുടെ ഇവർക്കില്ല, ബ്രീഡുകൾക്കില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിയും ബോധം ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് തീറ്റ തേടി പോകാനായിട്ട്. കാരണം ഇവർക്ക് 2 ദിവസം പട്ടിണി കിടന്നാലും അവർ വെള്ളം കുടിച്ചിട്ടായാലും അവർ സർവൈവ് ചെയ്യും. നേരെ മറിച്ച് ഇപ്പോൾ നമ്മുടെ വിക്കി ശരിക്കും പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച 1.5 ആഴ്ചത്തോളം അവിടെ കിടന്നു. അവൻ ശരിക്കും പറയുകയാണെങ്കിൽ, നമ്മുടെ വിക്കിമോ ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു നല്ല കിടിലം സ്റ്റഡ് ഡോഗായിരുന്നു. നല്ലൊരു വണ്ണത്തിലൊക്കെ വെച്ച് നല്ലൊരു ഒത്തൊരു ജർമ്മൻ ഷെപ്പേർഡായിരുന്നു. അപ്പോൾ ഇവൻ 1.5 ആഴ്ച കൊണ്ട് എത്ര കിലോ കുറഞ്ഞു എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? നല്ല രീതിക്ക് കുറഞ്ഞു. ഇവൻ ഏകദേശം ഒരു 38-40 കിലോളം വെയിറ്റ് ഉണ്ടായിരുന്നു. ഇവനെ ഞാൻ റെസ്ക്യൂ ചെയ്തെടുത്ത സമയത്ത് ഇവനുണ്ടായിരുന്ന വെയിറ്റ് വെറും 20-25 തന്നെയായിരുന്നു. കാരണം അത്രയും വെയിറ്റ് കുറഞ്ഞു, അത്രയും സൂക്ഷിച്ചു. കാരണം ഇവനെ ഉപേക്ഷിച്ച്, ഇപ്പോൾ നമ്മൾ ഈ ബ്രീഡ് ഡോഗുകളെ ഉപേക്ഷിച്ചിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, അവരവിടെ തന്നെ ഇരിക്കുള്ളൂ. കാരണം അവർ വിചാരത്തിൽ ആ ഓണർ വരും.
അപ്പോൾ ആ ഒരു രീതിക്കാണ്. നേരെ മറിച്ച് ഇന്ത്യൻ ഡോഗ്സ് അങ്ങനെയല്ല. ഇന്ത്യൻ ഡോഗ്സ് ചുറ്റുപറ്റി വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. എല്ലാവരും അങ്ങനെയൊന്നുമല്ല കേട്ടോ. ചില ഇന്ത്യൻ ഡോഗ്സ് നല്ല ഒത്തൊരു ഇന്ത്യൻ ഡോഗാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കാര്യം നോക്കി അവർ അടുത്ത പരിപാടി നോക്കിയിട്ട് പോകും. എന്നാൽ ഫോറിൻ ഡോഗ്സിന് അങ്ങനെ തീറ്റ തേടി കണ്ടുപിടിക്കാൻ അവർക്ക് അറിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ്. കാരണം ശരിക്കും ഇന്ത്യൻ ഡോഗ്സിനേക്കാളും ഏറ്റവും കൂടുതൽ റെസ്ക്യൂ ഇതാക്കേണ്ടത് ശരിക്കും ഫോറിൻ ഡോഗ്സിനെയാണ്. കാരണം എല്ലാവരും ഈ ലോക്ക്ഡൗൺ ടൈമിൽ മേടിച്ച് വെച്ചിട്ടുള്ള എല്ലാവരും ഇപ്പോൾ തെരുവിൽ കൊണ്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശരിക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കാണിക്കാത്തതാണ്. ഞാൻ ഒരു 80 ഡോഗ്സിൻ്റെ അടുത്ത് ഞാൻ റെസ്ക്യൂ ചെയ്ത് ഞാൻ അഡോപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് 80 കൂടുതൽ എനിക്ക് മക്കളുണ്ട്. മനസ്സിലായോ? കാരണം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു മക്കൾ മാത്രമല്ല, എനിക്കൊരു 80 ഡോഗ്സിൻ്റെ. ആ മക്കൾക്ക് എന്തെങ്കിലും കുറവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾക്കൊക്കെ ചിലവിന് ഞാനാണ് കൊടുക്കുന്നത്, പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈവൺ നമ്മുടെ ഈ ഒരു റോഡ് വീലറിൻ്റെ കാര്യം നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. അത് നിങ്ങളെല്ലാവരും സഹായിച്ചു. അതുപോലെ തന്നെ ഓരോ ഡോഗ്സിനെയൊക്കെ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ലാബുകളാണ്. അപ്പോൾ ലാബുകളെ നമ്മൾ പരമാവധി നമുക്കറിയാവുന്ന കുറച്ച് പേരെ വീടുകളിലൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അവിടെ ആക്കി വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സാഹചര്യം വന്നാൽ മാത്രമേ ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ എത്തിക്കാൻ പറ്റുള്ളൂ. അവരൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നിട്ടില്ല. കാരണം ഞാനെല്ലാം കവർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും എന്താ പറയുക, അത് ഒരു മനുഷ്യനെ എത്രത്തോളം ആ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ പറ്റും അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അത്രത്തോളം അതിൽ നിന്നാണ് നമ്മൾ അതിനെ പിക്കപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അത്രയധികം ഡോഗ്സ് എനിക്കായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ പിള്ളേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത പിള്ളേരുകൾ. അപ്പോൾ കുറേ പേര് പറഞ്ഞു ഇവിടെയുള്ള പിള്ളേരെ അഡോപ്ഷൻ കൊടുക്കാനായിട്ട്, അപ്പോൾ നമുക്ക് വേറെ കുഞ്ഞുങ്ങൾ എടുക്കാമെന്നിട്ട്. ശരിക്കും എന്നെക്കൊണ്ടത് താങ്ങൂല, എന്നെക്കൊണ്ട് പറ്റൂല. കാരണം ഇവരെ ഞാനായിട്ട് ഭയങ്കരമായിട്ട് ബോണ്ട് വന്നു, മെയിൻ കാര്യം. രണ്ടാമത് ഇപ്പോൾ നമ്മൾ ഡോബർമാനെ നമ്മളൊരു റെസ്ക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു 2-3 ആഴ്ച മുന്നേ. 2-3 ആഴ്ച കഴിഞ്ഞ മാസത്തിൽ ഒരു ഡോബർമാൻ ചാലക്കുടി ഭാഗത്ത് നിന്ന് ആരോ ഉപേക്ഷിച്ചത് എന്നൊരു രീതിക്ക്. അപ്പോൾ ആ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഒരാൾ വന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് വിശ്വാസമുള്ള കുഞ്ഞുങ്ങളെ എനിക്ക് വിശ്വാസമുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ ഞാൻ അഡോപ്ഷന് കൊടുക്കും. അപ്പോൾ അതിൽ ഇതാക്കിയിട്ട് ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങളെ നമ്മളെന്തായാലും കൊടുക്കില്ല. കാരണം ഇപ്പോൾ നമ്മുടെ ലൂവി, ബീഗിൾ, അവരെ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഫാമിലി എന്നെ ഏൽപ്പിച്ചേക്കുന്നത് എന്നെ അത്രയും വിശ്വാസമുള്ള കാരണം കൊണ്ടാണ്. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. പിന്നെ അതുപോലെ അടുത്ത ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ ഒരു ഹസ്കി കുഞ്ഞ് വരും, ഒരു വെറും 5 മാസമുള്ളത്. ആ കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന പാരൻസിന് അസുഖങ്ങളാണ്. അപ്പോൾ അവർക്ക് ക്യാൻസറിൻ്റെ അങ്ങനെ എന്തോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ആ ഒരു കുഞ്ഞിൻ്റെ സ്ഥാനത്താണ് ആ കുഞ്ഞിനെ വളർത്തുന്നത്. അവർ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വീഡിയോയിലൂടെ മനസ്സിലായി നമ്മളെങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അവർ ആ കുഞ്ഞിനെയും അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം ഒരു കേജും നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ട് 2 വലിയ കേജ്. അപ്പോൾ ആ ഒരു കേജ് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ആ കുഞ്ഞിനെ എത്തിക്കാൻ പറ്റും. കാരണം ഇവിടെ സ്പേസ് ഇപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ കേജ് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് റെസ്ക്യൂസ് നമുക്ക് എടുക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം ഇപ്പോൾ പലരും പറയുന്ന ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ആക്കിക്കോളൂ, അല്ലെങ്കിൽ ഇവിടെ കെട്ടിയിട്ടുള്ളൂ, അങ്ങനെ ആക്കിയിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പാടില്ല. കാരണം അത് ആ കെയറിങ് കൊടുക്കേണ്ട സമയമാണ് റെസ്ക്യൂ ചെയ്യേണ്ട സമയത്ത്. പിന്നെ ഈ നാടൻ ബ്രീഡുകളെ എന്താ പറയുക റെസ്ക്യൂ ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് വളരെ വിഷമം തോന്നുന്ന കാര്യമാണ്. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോപു ഇവിടെ ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ നന്ദുട്ടി, കറുമ്പി, പിന്നെ ജിമ്മിച്ചൻ, പിന്നെ നമ്മുടെ ഇഷ, അങ്ങനെ 5-6 പേര് നമ്മുടെ വീട്ടിൽ തന്നെ ഇന്ത്യൻ ഡോഗ്സ് ഉണ്ട്. അവരൊക്കെ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. നമ്മുടെ ഗോപുവിൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും ഇവനെങ്ങനെയായിരുന്നു നമുക്ക് എങ്ങനെയൊക്കെയായിരുന്നു എന്ന്. അപ്പോൾ ഇന്ത്യൻ ഡോഗ്സിനെ എനിക്ക് എന്താ പറയുക റെസ്ക്യൂ ചെയ്യാൻ മടിയോ കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഞാൻ എല്ലാ മക്കളെയും ഒരുപോലെ കാണുന്ന ഒരാളാണ്, ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ കാണുന്ന ഈ സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊന്നും എനിക്ക് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഗോപുവിനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ നന്ദുട്ടീനെ കാണുമ്പോൾ മനസ്സിലാവും അവൾ എത്രത്തോളം റിക്കവറായിരുന്നു. കാരണം ഞാൻ കൊടുക്കുന്ന സപ്ലിമെൻറ്റ്സ് ഇതുപോലെയാണ്. പിന്നെ ഞാൻ പിന്നെയും പറയുന്നു, ഞാൻ ഒരാളെ കരിവാരി തേക്കാനോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ നോക്കുന്ന ഇതിൽ അവൻ ചെയ്യണ കണ്ടോ അങ്ങനെ ഒരിക്കലും ഒരാളോട് പോയി പറയരുത്. കാരണം ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ദ ബെസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഞാൻ വെക്കുന്നത്. അപ്പോൾ ശരിക്കും പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു മരുന്നുകൾ എന്ന് വെച്ചാൽ ഈ മൈബ്യൂ ഈ ഒരു എണ്ണത്തിന് നിങ്ങൾക്ക് വില അറിയാൻ പറ്റും. 1700 രൂപയാണ് ഈ ഒരു സംഭവത്തിന്. അങ്ങനത്തെ ഇത് 1700 × 3. അതുപോലെ ഇത് 1000 എത്ര വരുന്നത്, ഇതിന് 1400 സംതിങ് ആണ്. 1800 ആണ് ബോൺ ആൻഡ് ജോയിൻറ്റ്. ഇത് മൈബ്യൂ നമ്മുടെ ഇതിൻ്റെ വിറ്റാമിൻ ആൻഡ് മിനറൽസ്. ഇത് ശരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ കാണിച്ചിട്ടില്ല. ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് മേടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ്. കാരണം
ഇപ്പോൾ സ്കിൻ ആൻഡ് ഹെയർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്. ഇത് ഞാൻ നമ്മുടെ പിള്ളേർക്ക് ഇവിടെ ആമിക്കൊക്കെ ഞാൻ കൂടുതലും ഈ സംഭവമാണ്. കാരണം ഇതിൽ ഒമേഗ അങ്ങനത്തെ കാര്യങ്ങൾ മൾട്ടി വിറ്റമിൻസ് എല്ലാ കാര്യങ്ങളും ആൻറ്റി ഓക്സിഡൻസ് എല്ലാ സാധനങ്ങളും ഉണ്ട്, അമിനോ ആസിഡ്. ഇത് സ്കിൻ ആൻഡ് ഹെയർ. സ്കിന്ന് ശരിക്കും ഒരു ഡോഗിനെ ഭംഗിയാക്കുന്നത് അവരുടെ ഹെയറും സ്കിന്നാണ്. കാരണം ഞാനൊരു ഗ്രൂമറായ കാരണം കൊണ്ട് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഡെയിലി കോമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു സപ്ലിമെൻറ്റ്സ് കൊടുത്താൽ ഉറപ്പായിട്ടും അവർ സ്കിന്നും ഹെയറും നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറയുന്നത് മറ്റുള്ള സപ്ലിമെൻറ്റ്സിന് ഞാൻ കുറ്റം പറയുക കുറച്ച് കാണിക്കുക അങ്ങനെയല്ല കേട്ടോ. എനിക്ക് വിശ്വാസം തോന്നിയിട്ടുള്ള കുറച്ച് സപ്ലിമെൻറ്റ്സിൽ മെയിൻ സപ്ലിമെൻ്റാണ് മൈബ്യൂ. അപ്പോൾ ഇത് ബോൺ ആൻഡ് ജോയിൻ്റ് ആണ്. ഇത് നമ്മുടെ ഡോബർമാനെ ഇങ്ങോട്ട് കൊണ്ടുവരാനിരിക്കുന്ന നമ്മുടെ ഡോബർമാനെ നമ്മൾ കൊടുത്ത് ആ സമയത്ത് ഞാൻ 2 എണ്ണം മേടിച്ച് വെച്ചു. അങ്ങനെ കൊടുത്തിട്ടാണ് നമ്മൾ അവനെ റെസ്ക്യൂ ചെയ്ത ടൈമിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു കോലത്തിലേക്ക് ആക്കിയെടുത്തത്, ഇപ്പോഴത്തെ ആ രൂപത്തിലേക്ക്. പിന്നെ ഇതെന്ന് പറയുന്നത് വിറ്റമിൻ ആൻഡ് മിനറൽസാണ്. ഇതിനെ നമുക്ക് മാറ്റിയിട്ട് പ്രോയിക്കാൽ കൊടുക്കാൻ പറ്റും. ഇത് മാറ്റി കഴിഞ്ഞാൽ ഇതിപ്പോൾ അത്ര നിർബന്ധമില്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ മേടിച്ചപ്പോൾ ഇതും കൂടെ മേടിച്ചെന്നുള്ളൂ. കാരണം നമുക്ക് റെസ്ക്യൂസ് വന്നു കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇത് ബോൺ ആൻഡ് ജോയിൻറ്റ് ഈ ഒരു സപ്ലിമെൻറ്റ് എനിക്ക് വളരെ വിശ്വാസമാണ്. കാരണം ഇത് ഞാൻ നേരിട്ട് അനുഭവിച്ച എനിക്ക് 2-3 അനുഭവങ്ങൾ ഉണ്ടായ കാരണമാണ്. കാരണം നമ്മുടെ ബെല്ലക്കുട്ടിക്കും അതുപോലെ ഇവർക്കൊക്കെ ഞാൻ അതാണ് കൊടുത്തിരുന്നത്. പിന്നെ അതുപോലെ ഇപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പൂന് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ കിങ്ങിണിക്ക് ഈ സപ്ലിമെൻറ്റ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായുള്ള മാറ്റങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ട് വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ കുറേ പേര് നമ്മളെ കുറ്റപ്പെടുത്താനും കാര്യങ്ങളുണ്ടാവും. ആയിക്കോട്ടെ, കുഴപ്പമില്ല. കുറ്റപ്പെടുത്താനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ആൾക്കാർ ഇതുപോലെ ചെയ്ത് കാണിച്ചു തരണം. എനിക്കത്രേ ഉള്ളൂ. കാരണം നിങ്ങൾ അതുപോലെ ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ യാതൊരു ഇതില്ല. ഒന്നും ചെയ്യാത്ത ആൾക്കാർ കേട്ടോ. അപ്പോൾ എന്തായാലും പിള്ളേരെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സത്യം പറയണമെങ്കിൽ ഇന്ന് ഞാൻ മൊത്തം റെസ്റ്റ് എടുക്കാനായിട്ട് പ്ലാനിലായിരുന്നേ. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. നാളെ നമ്മൾ ഡോബറൂനെ മിക്കതും കൊണ്ടുവരുന്ന തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം അവൻ്റെ കാറ് നാളെ ഫ്രീ ആയി കഴിഞ്ഞാൽ നമ്മൾ അവനെ കൊണ്ടുവരും. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പിന്നെ മെയിനായിട്ടൊരു കാര്യം നമ്മുടെ ഈ ഒരു തൊഴുത്തിൻ്റെ കാര്യം. ഈ ഒരു തൊഴുത്തിൻ്റെ പേരും പറഞ്ഞ് ഇഷ്ടം പോലെ നമുക്ക് എന്താ പറയുക നെഗറ്റീവ് കമൻസുകൾ യൂട്യൂബിലും ഇതിലൊക്കെ വരുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഇതിൻ്റെ പേരിൽ കാശ് മാത്രമാണ് നമ്മൾ ഇതാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അറിയുന്നവർക്ക്, അല്ലെങ്കിൽ ശരിക്കും ഞാനൊരു പറ്റിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ പൈസ മാത്രം ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് 1,00,000 സബ്സ്ക്രൈബേഴ്സിൻ്റെ മേലെ വരില്ല. അതുപോലെ നമുക്ക് ഈ ഒരു ഹെവൻ ആക്കിയെടുക്കാനും പറ്റില്ല, ഉറപ്പാണ്. കാരണം ഇത്രയും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും എന്നിലുള്ള വിശ്വാസമാണ്, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇനിയും ഇവർക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ പഠിക്കുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഓർമ്മയിലുണ്ടാവണം കേട്ടോ. ഈ ഒരു സംഭവം നമുക്ക് 3 ഇതാക്കിയിട്ട് നമുക്ക് 7 ദിവസത്തെ ചലഞ്ചാണ് വെച്ചിരിക്കുന്നത്, ഡിസംബർ 25 വരെ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഓർമ്മയിലുണ്ടാവണം. അപ്പോൾ വിക്കി ആദ്യം തന്നെ ഇവിടെ സ്ഥലം പിടിച്ചോ? ഇവൻ്റെ സ്ഥലം ഇവിടെയാണെന്ന് കേട്ടോ ഉദ്ദേശിക്കണേ, അല്ലേ വിക്കി? വിക്കി മോനെ എന്താണ് എന്താ ഇവിടെ കിടക്കണേ? ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണവും കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇന്നലെയാണ് ആ ഒരു രംഗം കാണുന്നത്, വേറൊന്നുമല്ല. ഇന്നലെ ഞങ്ങൾ എത്തിയപ്പോൾ 2 മണിയായെന്ന് പറഞ്ഞില്ലേ, ഇവിടെ മൊത്തം മഞ്ഞ് മൂടി കിടക്കായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ല, ഇവിടെ മൊത്തത്തിൽ മഞ്ഞ് മൂടി കിടന്ന് പിള്ളേരൊക്കെ നല്ല സുഖമായിട്ടാണ് കിടന്ന് ഉറങ്ങണം. ശരിക്കും ഈ ഡോഗ്സിന് ഇതിൽ ഏറ്റവും നല്ലൊരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് തണവാണ്. നിങ്ങൾ നമ്മുടെ ഈ തണവുള്ള സ്ഥലങ്ങളിൽ മൂന്നാർ, ഊട്ടിയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെയുള്ള ഡോഗ്സുകൾ ശരിക്കും പറയണമെങ്കിൽ ഫുഡ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവർ നല്ല കണ്ടീഷനിലാണ് നിൽക്കുക. കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടും ഹെയറും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുക. തണവാണ് ശരിക്കും പറഞ്ഞാൽ ഏതൊരു ഡോഗിനും നല്ലൊരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു 7 days ചലഞ്ചിൻ്റെ കാര്യം എല്ലാവരും ഓർമ്മയിലുണ്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എന്താ പറയുക, 1000 നന്ദി. ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. ഇനിയും മുന്നോട്ട് നമുക്കിതുപോലെ അനേകം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നാളെ ഞങ്ങൾ നമ്മുടെ ഡോബറൂനും കൊണ്ടുവരാം. ഡോബറൂനെ ആയിട്ട് ഒഴിച്ചിട്ടേക്കാണ് നമ്മുടെ ഈ ഒരു കേജ്. അപ്പോൾ നാളെ ഞങ്ങൾ നമ്മുടെ ചക്കനെ കൊണ്ടുവരാനായിട്ടുള്ള ഇതിലാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ മെയിൻ ആളെ കൊണ്ടുവരാൻ. ആരാന്ന് മനസ്സിലായോ? നമ്മുടെ ജിമ്മിച്ചനെ നമ്മൾ വേഗം തന്നെ കൊണ്ടുവരും. അത് സർപ്രൈസാണ്. ജിമ്മിച്ചനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് അഴിച്ചു വിടും ആശാനെ, അവനങ്ങോട്ട് തിമ്മർക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും കൂടുതൽ ഞാനങ്ങനെ സസ്പെൻസുകൾ പൊളിക്കുന്നില്ല. നാളെ നമ്മുടെ പുതിയ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ